വി.ഡി. സതീശൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് സന്നിധാനത്ത് എത്തി അല്ലെങ്കിൽ പമ്പയിലെത്തി വേണ്ട കാര്യങ്ങളെല്ലാം ക്രമീകരണങ്ങളെല്ലാം ഒരുക്കുന്നതിൽ അദ്ദേഹം നടത്തിയ ഒരു പങ്ക് വളരെ വലുതായിരുന്നു. ഈ സർക്കാർ എന്താണ് ചെയ്തിട്ടുള്ളത്? ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. അതുപോലെ രമേശ് ചെന്നിത്തലയും വളരെ രൂക്ഷമായ ഭാഷയിൽ പറയുകയുണ്ടായി. പമ്പ നദി മലിനമാകുന്ന സാഹചര്യം വരെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഞാൻ നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയ പ്രേരിതമല്ല എങ്കിൽ കൂടിയും ഈ പ്രതിപക്ഷം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയും ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം മുഖവിലേക്ക് എടുക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും മുഖവിലേക്ക് എടുക്കണമെന്ന് മാത്രമല്ല, അടിയന്തരമായി അവർ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അഡ്രസ്സ് ചെയ്യുകയും പരിഹരിക്കുകയും വേണം. അവിടെ ഇതിൻ്റെ ചുമതല ഏറ്റെടുത്ത തലേ ദിവസമാണെങ്കിൽ പോലും ചുമതല ഏറ്റെടുത്ത കെ ജയകുമാർ വരണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു 18 കോംപ്ലക്സുകളുണ്ട്. ഈ വിർച്വൽ ക്യൂ വരുന്നിടത്ത് 18 ഈ ടോയ്ലറ്റുകളും റെസ്റ്റ് റൂമും അടങ്ങിയ കോംപ്ലക്സുകളുണ്ട്. ആ കോംപ്ലക്സുകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമായി കോടികൾ മുടക്കി 18 സ്ഥലത്ത് 10,000-കണക്കിന് ആളുകളെ നമുക്ക് പാർപ്പിക്കാനും അവർക്ക് വേണ്ട ശുചിമുറികളും വെള്ളവും ഒക്കെ കൊടുക്കാനുള്ള 18 കേന്ദ്രങ്ങൾ നട തുറന്നിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും തുറന്നിട്ടില്ല. അപ്പോൾ ഇവിടെയാണിത്. 6 മാസം മുമ്പേ അത് തുറക്കേണ്ടതല്ലേ? 6 മാസം മുമ്പേ അത് ശുചിയാക്കി അതിനുള്ള ആളെ നിർത്തേണ്ടതല്ലേ? 6 മാസം മുമ്പ് തന്നെ ഇതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതല്ലേ? സംരക്ഷിക്കാൻ പോലീസ് അവിടെ ആവശ്യമല്ലേ? ഇതൊന്നും നടന്നിട്ടില്ല. എന്നിട്ട് ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോൾ ആൾ കൂടിപ്പോയെന്ന് പരാതി പറയുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്.